ദിലീപിനെയാണ്, എനിക്കറിയുന്ന ഗോപാലകൃഷ്ണനെയാണ്. ആ ഫ്ലാറ്റിലായിരുന്നു ദിലീപ് അന്ന്. അവിടെ പ്രസാദ് സാർ ഉണ്ടായിരുന്നു, നമ്മുടെ മിമിക്രി രംഗത്ത് കെ എസ് പ്രസാദ് സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. ദിലീപിന്റെയും ആദർശമായിട്ട് ഇനാമിയാണ് ഒരു റൂമിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം മറ്റു ദിവസത്തിൽ മറ്റു റൂമിൽ കൊണ്ടുപോയി ചോദിക്കുന്നത്. ഞങ്ങൾ ബിനാമിയാണ്. എന്റെ അക്കൗണ്ടില് എനിക്ക് അവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ധർമ്മജൻ അന്ന് ജയിലിന്റെ മുമ്പിൽ കാണിച്ചു കൂടിയിട്ടുള്ള നമ്മള് തകർന്നു. അനൂപുണ്ട്, ദിലീപിന്റെ അനിയൻ. ഈ കാറിന്റെ അകത്തും പുറത്തും നമ്മുടെ വായുടെ അകത്തേക്ക് വരെ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നിങ്ങളായിട്ടുള്ള ബന്ധം എന്താണ് മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഈ ചോദ്യം ഇതങ്ങോട്ട് തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അകത്തേക്ക് ചെന്നുള്ള സ്ഥിതി എന്താണെന്ന് ആലോചിക്കുമ്പോ അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോ ഇതിന്റെ 10 ഇരട്ടിയാണ്. അവിടെ ഭയങ്കര ശരിക്കും നമ്മളെ ടോർച്ചറിങ് ആണ്. ശരിക്കും നമ്മൾ പലതും അനുഭവിക്കണമല്ലോ. അമ്മ സംഘടന തുടങ്ങുന്ന ചെന്നായിരുന്നു. അല്ലല്ല, അതുപോലെ തന്നെ ആയിക്കോട്ടെ, ഈ ദിലീപേട്ടനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ടോ? രാമലീല എന്ന് പറഞ്ഞ സിനിമയില് ദിലീപായിയോടൊപ്പം തന്നെ ദിലീപായിനകത്തൊരു രാഷ്ട്രീയ നേതാവാണ് കൂടിയുള്ള. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗൺമാൻ എപ്പോഴും കൂടെ വേണം. കാരണം എപ്പോഴും ആക്രമിക്കപ്പെടാവുന്ന ഒരു ക്യാരക്ടറാണ് ദിലീപായി എന്നുള്ള കണ്ടീഷനിൽ തന്നെ ത്രൂ ഔട്ട് ഒരു നമ്മൾ ഗൺമാനായിട്ട് ഞാനും ചാലിപ്പാളയും ഞാനൊക്കെ ഒരു 4-5 സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. ത്രൂ ഔട്ട് തന്നെ ഗൺമാനായിട്ട് ആ പടത്തിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം എന്റെ കമ്പനിയിലേക്ക് ഒരു ഫോൺ വരികയാണ്. ദിലീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. രാമലീല എന്ന് പറഞ്ഞ സിനിമയാണ്, ഉടനെ എന്റെ കൺട്രോളറായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും ദിലീപ്. അപ്പൊ എന്നെ കളിയാക്കുകയാണെന്ന് കരുതി. ഓരോരാളിൽ നമ്മളിങ്ങനെ കളിയാക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാണ് ഞാനും വിചാരിച്ചോളൂ. പക്ഷെ അത് ഒറിജിനലായിരുന്നു. അങ്ങനെ ആ പടത്തില് അങ്ങ് അഭിനയിച്ച് പിന്നെ ഏറ്റവും ഹിറ്റായിട്ടുള്ള 2020 ആ പടത്തിനകത്ത് ദിലീപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മീനത്തിൽ താലികെട്ട്, രാമലീല, അങ്ങനെ തുടർന്ന് കുറെ പടങ്ങൾ ദിലീപയുടെ പടത്തിലുണ്ട്. ഇതിനകത്ത് ദിലീപായിട്ടുള്ള ഒരു തുടക്കം കുറിച്ച് ചോദിച്ചല്ലോ. അപ്പൊ ഈ തുടക്കം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഇന്ന് മലയാള നാടറിയുന്ന ദിലീപിനെയാണ്, എനിക്കറിയുന്ന ഗോപാലകൃഷ്ണനെയാണ്. പഴയ ജീവിതം ആ കാലഘട്ടത്തില് അന്നും നാദർശയും ദിലീപും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അന്നും ശക്തമാണ്. ഇത് എറണാകുളം ദിലീപേട്ടൻ ആലുവയല്ലേ? അല്ല, അന്ന് നമ്മുടെ ലിസി ഹോസ്പിറ്റൽ, എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലില്ലേ, ആ ലിസി ഹോസ്പിറ്റലിന് അടുത്ത് അവിടെ ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലായിരുന്നു ദിലീപ് അന്ന് ഉണ്ടായിരുന്നത്. സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ടൊക്കെ വരുന്നൊരു കാലഘട്ടം. അപ്പോ ഈ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ഫ്ലാറ്റിലായിരുന്നു. അന്നൊരു ഫ്ലാറ്റിലാണ്. അപ്പൊ അന്നൊക്കെ ഗോപാലകൃഷ്ണനാണ്. അപ്പൊ ഇന്ന് മലയാളികൾക്ക് ദിലീപായതൊക്കെ പിന്നീടാണല്ലോ. ഗോപാലകൃഷ്ണനായിരുന്ന കാലഘട്ടം മുതൽ ഈ ഒരു ടീം തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ആദർശമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് എല്ലാത്തിനും കാരണം. ആദർശമായിട്ട് അങ്ങനെ ചെറുപ്പം മുതൽ അങ്ങനെ ഇത് വന്ന് ആദർശ നമുക്ക് ഇന്ന് അങ്ങോട്ട് പോവാം, ഇന്നിങ്ങോട്ട് പോവാം, റിഹേഴ്സൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സൗഹൃദ വലയങ്ങൾ കലാകാരന്മാരിലൂടെ നമുക്ക് അറിയാവുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ദിലീപായുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അതിനകത്ത് ഇത്രയും വലിയ സ്റ്റാറായി മാറും എന്നൊക്കെ ഒരു കണക്കൂട്ടൽ അന്നുണ്ട്. ഇപ്പൊ നാദിർഷയെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ വലിയൊരു കലാകാരനായി മാറും എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ എനിക്ക് സത്യത്തില് അങ്ങനെ പ്രതീക്ഷ അത്രമാത്രം ഉണ്ടായിട്ടില്ല. അന്നത്തെ രൂപമൊക്കെ വെച്ച് അന്നത്തെ ഒരു ആളുടെ ഒരു ഫിഗറും ഇതെല്ലാം വെച്ച് എനിക്ക് അങ്ങനത്തെ സമയമുണ്ട്. പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് ദിലീപായുടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കാരണം പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കമൽ സാറിനോടൊപ്പം പോകുന്നു. അതിനുശേഷം പുള്ളി ഒരു നടൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരികയും അത് ഒരു ജനപ്രിയനായ ഒരു നടനായി വളരെ വേഗതയിലാണ് പുള്ളിക്കുണ്ടായിട്ടുള്ള ആ ഒരു ചേഞ്ച്. ആ ചേഞ്ചില് നാദർഷയെ പോലെ തന്നെ സന്തോഷിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ദിലീപിന്റെ കാര്യത്തിലും നമുക്കുള്ളത്. പിന്നെ നേരത്തെ ചോദിച്ചതുപോലെ ദിലീപായിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം, ആ പ്രശ്നത്തിനകത്ത് അറിഞ്ഞോ അറിയാണ്ടോ
എന്നെയും അവിടെ ആലുവ പുള്ളിയുടെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും എൻ്റെ ഒരു സുഹൃത്ത് അസീസ് എന്ന് പറയും, ഞങ്ങൾ രണ്ടുപേരെയും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് എന്തോ ദിലീപിന്റെയും നാദിർഷയുടെയും എന്തോ ഒരു ബിനാമിയാണ് ഞങ്ങൾ എന്നുള്ള കണ്ടീഷനിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അത് ഒരു റൂമിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം മറ്റുദ്യോഗസ്ഥര് മറ്റു റൂമിൽ കൊണ്ടുപോയി ചോദിക്കുന്നത്. അവിടെ പ്രസാദ് സാർ ഉണ്ടായിരുന്നു, നമ്മുടെ മിമിക്രി രംഗത്തെ കെ എസ് പ്രസാദ് സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരെയാണ് അന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോ എന്തോ ഞങ്ങൾ ബിനാമിയാണ്. എന്റെ അക്കൗണ്ടില് എനിക്ക് എവിടൊക്കെ അക്കൗണ്ട് ഉണ്ട്, എനിക്ക് ഇവർക്ക് എവിടൊക്കെ വീടുകളുണ്ട്, എന്തോ അവരുടെ ജാതകം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു റിലേഷനോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ റിലേഷൻ ഒന്നും ഇല്ല. കാരണം അവര് അവരുടേതായ ചെറുപ്പം മുതൽ അറിയാം നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള. മാത്രമല്ല അത്ര വലിയ ബിനാമി ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എവിടെ നിക്കണ്ടേ. അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ ഈ കേസും കാര്യങ്ങളും അദ്ദേഹം ജയിലിൽ പോയി വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ധർമ്മജൻ അന്ന് ആ ജയിലിന്റെ മുമ്പിൽ കാണിച്ചു കൂടിയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ. അല്ല ധർമ്മജന്റെ ആ സ്നേഹമാണ് അങ്ങനെ, കാരണം അത്ര ബന്ധുവും അത്ര റിലേഷൻ. ധർമ്മജന്റെ ഇഷ്ടമുള്ള ആൾക്കാരെ ഇങ്ങനെ പുറത്തിങ്ങനെ പിടിച്ചു വെക്കുന്നത്, അതങ്ങോട്ട് പൊട്ട്. അത് ശരിക്കും കാരണം പുള്ളി രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കഴിക്കാൻ പുള്ളിനെ പ്രേരിപ്പിക്കുന്ന പുള്ളിയെയും ആദർശയും ദിലീപുമായിട്ടൊക്കെ ഉള്ള ആ റിലേഷൻ. കാരണം സ്വാഭാവികമല്ലേ നമുക്ക് നമ്മുടെ സുഹൃത്തിന് നമ്മുടെ സിനിമാ നടൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് മാറ്റി വെക്കും. മറിച്ച് ഇപ്പോ രതീഷ് ഭായി ഞാനുമായിട്ട് ഇപ്പൊ നല്ലൊരു ബന്ധമുണ്ട്. രതീഷ് ഭായിക്ക് ഇപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ ഓടി വരൂടാ. മാത്രമല്ല ഈ ധർമ്മജന്റെ കേസ് ഇട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ധർമ്മജന്റെ. അപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് ധർമ്മജൻ ചെന്നിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ഉദ്ഘാടനം എന്തോ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ധർമ്മജേട്ടൻ വരുന്നുണ്ട്, നിനക്ക് അറിയാവുന്നതല്ലേ, കാരണം ഒരു ആശാന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ ഞാൻ പുള്ളിയുടെ പറഞ്ഞു ധർമ്മജേട്ടൻ ഇപ്പം വലിയൊരു പൊസിഷൻ. അതിന് മുമ്പ് കണക്ഷൻ ഇല്ലേ? ഉണ്ട്. വലിയൊരു പൊസിഷൻ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ എന്നെ ധർമ്മജേട്ടൻ അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ കണ്ടിട്ടും വർഷങ്ങളായി, ഞാൻ അത്ര വലിയൊരു ആളുമായിട്ടില്ല, അതുകൊണ്ട് എന്റെ പേര് എന്ന് ചോദിക്കേണ്ടത്. പക്ഷെ ഈ പുള്ളിക്കാരൻ നേരെ എന്ന് ധർമ്മജേട്ടൻ എടുക്കാൻ ചോദിച്ചപ്പോ ധർമ്മജേട്ടൻ പറഞ്ഞു അവൻ നമ്മുടെ പയ്യനെന്ന്. അത്രയും അതാണ് ഈ നമ്മള് ഒരാളെ കുറിച്ച് നെഗറ്റീവ് അടിപ്പിക്കാനും ആളില്ലാണ്ടാക്കാനൊക്കെ വളരെ എളുപ്പം കഴിയും. പക്ഷെ എല്ലാവരും നന്മകളുണ്ടെന്നേ, എല്ലാവരിലും നന്മകളുണ്ട്. ആ നന്മകളെ നമ്മൾ തിരിച്ചറിയില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എന്റെ നാട് അല്ലെങ്കിൽ എന്റെ കുടുംബം എന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അതിനുള്ളൊരു ഊർജം എനിക്ക് കിട്ടുന്നുള്ളൂ. മറിച്ച് നമുക്ക് യാതൊരു പ്രോത്സാഹനങ്ങളും കിട്ടുന്നില്ലാത്തൊരു അവസ്ഥയാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകും. ഇപ്പൊ ധർമ്മജനെ സംബന്ധിച്ചിടത്തോളം വന്ന ജയിലിന്റെ മുമ്പിൽ ഇത് കാണിക്കുമ്പോൾ അന്ന് ദിലീപിനെ ജയിലിന്റെ പുറത്തേക്ക് കൊണ്ടുവരാനും ജയിലിൽ ഒരു പോറൽ പോലും വെക്കാത്ത രൂപത്തിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഞങ്ങളുടെ അടുത്തൊരു അനൂപുണ്ട്, ദിലീപിന്റെ അനിയൻ അനൂപുണ്ട്. അപ്പൊ അനൂപ് ഞാനും കൂടിയാണ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ന റൂട്ടിൽ കൂടി നമുക്ക് ആളെ മാറ്റം, ആളിന്റെ ഇന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യും. പക്ഷെ നൂറുകണക്കിന് ആളുകളാണ് അങ്ങോട്ട് കൂടുന്നത്. അനുപേട്ടൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ, ഒരിക്കൽ പരിചയപ്പെട്ടാലും സംസാരിക്കുന്ന ഒരു വിനയം ആരെ കുറച്ച് കാണുന്ന ഒരു സംഭവം ഇല്ല. അത്രയും വലിയ ഇതായിട്ട് അഹങ്കാരം വർത്താനോ സംഭവം ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെയാണ് ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ റിലേഷനും. ഒത്തിരി നേരം പോലീസ് ഒരു 3-4 മണിക്കൂറൊക്കെ ഇട്ട് വെള്ളം കുടിപ്പിച്ചായിരുന്നു ഈ ചോദ്യം ചെയ്ത്. അയ്യോ, അന്ന് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ചാനലുകാരെ കൊണ്ടായിരുന്നു ഏറ്റവും വലിയ ഇത്. ഞങ്ങള് ഈ കാറില് അവിടെ ചെല്ലുന്നു, ഈ കാറിന്റെ അകത്തും പുറത്തും നമ്മുടെ വായുടെ അകത്തേക്കൊക്കെ വരെ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നിങ്ങളായിട്ടുള്ള ബന്ധം എന്താണ് മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഈ ചോദ്യം ഇതങ്ങോട്ട് തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അകത്തേക്ക് ചെന്നുള്ള സ്ഥിതി എന്താണെന്ന് ആലോചിക്കുമ്പോ
അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോ ഇതിന്റെ 10 ഇരട്ടിയാണ്. അവിടെ ഭയങ്കര ശരിക്കും നമ്മളെ ടോർച്ചറിങ് ആണ് ശരിക്കും. പക്ഷെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ ആരുമല്ല, നമുക്ക് അങ്ങനത്തെ നമ്മളെ വിളിക്കേണ്ടതോ നമ്മൾ പോകേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യങ്ങളും വരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ എങ്ങനെയോ ഞങ്ങളെ അവിടെ വിളിപ്പിക്കുന്ന അവസ്ഥ വരികയാണ്. അപ്പൊ അതൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. ഒരു കാലഘട്ടത്തില് നമ്മൾ പലതും അനുഭവിക്കണം. അപ്പൊ ഈ ദിലീപും ആദർശൊക്കെ അനുഭവിക്കുന്ന വേദനകൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ അതാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ട. അവരെത്രമാത്രം എന്നിട്ടും ആ പബ്ലിക്കിന്റെ അകത്ത് അവർ പിടിച്ചു നിൽക്കാൻ കാണിക്കുന്ന ഇത്. ഇപ്പൊ ഞാനിപ്പോ ഇത് പറയുമ്പോ അവനിപ്പോ മറ്റവന്റെ ആളാ എന്നുള്ള ഡയലോഗൊക്കെ ആയിരിക്കും ഇതിൽ കമന്റ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഞാൻ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾക്ക് മാത്രമല്ലേ നമുക്കത് തിരിച്ചിത് പറയാൻ പറ്റും. ആരായാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു. അതെ അതെ അതെ. ഞാൻ വേറെ ഒരു സംശയം, ഈ തകഴി സാറായിട്ട് എന്താണ് ഇത്ര വലിയൊരു ബന്ധം? തകഴി സാറ് അതൊക്കെ അറിഞ്ഞല്ലേ? അല്ല, ഈ മനസ്സിലായില്ലേ, മറ്റേ തിരുവേണ്ട പ്രശ്നം ഭാഗത്തോണ്ട് പോയപ്പോഴത്തേക്കും എല്ലാ അത് ചില ഭാഗ്യങ്ങള് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് കുട്ടിക്കാലം മുതൽ ഈ കലക്ക് വേണ്ടി അർപ്പിച്ചവനാ. എന്റെ ഫാദറിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടത്തുന്ന സമയത്ത് പോലും ഒരു നാടകത്തിന്റെ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വിവരം നമ്മൾ മേക്കപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിത് അറിയുമ്പോ നമ്മള് ഫാദറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നില്ലെങ്കിൽ കുടുംബവും സമൂഹവും നമുക്ക് തരുന്ന ഒരു മുദ്രയുണ്ടാവും. ഇവിടെ ഞാൻ ഒരാൾ മാറിക്കഴിഞ്ഞാൽ ആ നാടകം മൊത്തം കുളവും. ഇത് എത്ര നാളത്തെ റിഹേഴ്സലുകളുടെയും ഇതെല്ലാം കൊണ്ടാണ് ഒരു നാടകം നമുക്ക് സ്റ്റേജിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ആ സ്ഥലത്താണ് എന്റെ ഫാദർ ഇങ്ങനെ അറ്റാക്ക് വന്ന ICUലേക്ക് ആണെന്ന് പറയുമ്പോൾ ഞാൻ ആ നാടകം തീർന്നിട്ട് പോയാൽ മതി എന്ന് തീരുമാനം എടുക്കുന്നത് കലയോടുള്ള ഒരു ഇതാണ്. പക്ഷെ ഞാൻ പറയാ ലൊക്കേഷൻ മാനേജർ ആവുന്നുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നുണ്ട്. ആർക്ക് ലൊക്കേഷൻ എന്നെ കൊണ്ട് എന്ത് സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടി അവരെ പുറകിൽ എന്റെ പെട്രോളും കത്തിച്ച് ഞാൻ അവർക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ എന്ത് കാര്യത്തിനും കലയാണ് എന്റെ മനസ്സിൽ. ആ കലയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്തോ നമുക്കങ്ങനെ ഒരു ഹെൽപ്പ് വേണ്ട വിധത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കിട്ടുന്നില്ല. അതിനകത്ത് ഒരു പരിധി വരെ കാരണം എനിക്ക് FACT എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഞാൻ നശിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ചെന്ന് ഇവിടെ രക്ഷപ്പെട്ടില്ല. ഇവിടെ ഇത് വലിച്ചെറിഞ്ഞും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 5 പെങ്ങന്മാരാ, ഭാര്യ 2 മക്കള്. അപ്പോ ഇവരെല്ലാവരും കൂടി ചിലപ്പോ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത്രമാത്രം കലയോടുള്ള ഒരു സ്നേഹം എനിക്ക് ഇനിയും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അത് ആക്ടിങ്ങില് തകഴി സാറായിട്ടുള്ള ഇത് സോറി, ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഒത്തിരി വികാരം കൂടി തകഴി സാറായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാലേ നമ്മുടെ എന്താ പറയാ, തകഴി സാറിനെ കുറിച്ച് തകഴിയുടെ ഓർമ്മയിൽ ഒരു പൊന്നോണം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ജഹാംഗീർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ അതിനകത്ത് ഞാനൊരു കോർഡിനേറ്ററും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഈ തകഴി സാറിനോടൊപ്പം തകഴി സാറിനെ വെച്ചാൽ സംഭവം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് എല്ലാം മറന്ന് നമുക്ക് അതിനകത്തേക്കാണ് ഇറങ്ങുന്നു. ഞങ്ങൾ ഒരുമിച്ച് സാറുമായിട്ട് കാത്തച്ചേച്ചിയുമായിട്ടും തകഴി സാറുമായിട്ട് തകഴി സാറിന്റെ വീട്ടിൽ പോയി ഷൂട്ട് ചെയ്യാനും പറവൂര് മേഖലയിൽ തുടങ്ങി എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം തകഴി സാറിന് വെച്ച് ഒരു ഷോർട്ട് ഫിലിം തകഴിയുടെ ഓർമ്മയിൽ ഒരു പൊന്നോണം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അതന്ന് ദൂരദർശനിലും അന്നൊക്കെ ഏഷ്യാനെറ്റൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. എന്റെ കയ്യിലില്ല. എനിക്ക് ആ കാര്യത്തിൽ ഒരു മടിയനാൻ എന്ന്. പിന്നെ കുറച്ച് സ്റ്റിൽസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഒത്തിരി സ്റ്റിൽസ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ നമ്മുടെ ആ 2018 വെള്ളപ്പൊക്കം വന്നില്ലേ, ആ വെള്ളപ്പൊക്കത്തില് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഭംഗിയായി. അതെ, മറ്റേ
ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യം പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. അമ്മേ എന്ന് വിളിച്ചത് കൊണ്ട് പറയാണ്, അമ്മ സംഘടന തുടങ്ങുന്ന അമ്മയെന്ന് വിളിച്ചോട്ട് പറയാ. ഈ അമ്മ സംഘടന തുടങ്ങുന്നതിന് മുന്നും എന്റെ സുഹൃത്ത് ഒരു സംഘടന തുടങ്ങിയിരുന്നു. നല്ല സുഹൃത്താന്ന് മനസ്സിലായി. എന്റെ മുന്നോ എന്നെ അത്ര അടുത്തറിയാവുന്ന സുഹൃത്താണല്ലോ. പിന്നെ അത്ര അടുത്തറിയാവുന്ന സുഹൃത്താണ്. അപ്പൊ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഓർത്ത് അത് നേരാണോ, അമ്മ സംഘടന തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങളൊരു സംഘടന തുടങ്ങിയിരുന്നു? അതെ, ഞങ്ങളന്ന് വികാസവാണി എന്ന് പറയുന്ന എറണാകുളത്തൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അച്ഛനാണ് എന്റെ കാക്കനാട്ടുള്ള അച്ഛനാണ് എന്റെ ഡയറക്ടർ. ഗ്രേസി എന്ന് പറഞ്ഞൊരു റോഹിത് ചേട്ടനൊക്കെ അറിയാൻ പറ്റുന്നു, ജോസേട്ടനൊക്കെ അറിയാമെന്നു, ജോസ് വരാപ്പുഴ. പുള്ളി അന്നും ഉണ്ട് പുള്ളിയുടെ കൂടെ ഉള്ള ലൈഫ് തന്നെ വേറെ. ആ മനുഷ്യനോട് ഒരു ഇന്റർവ്യൂ തരാൻ പറഞ്ഞിട്ട് ഞാൻ എന്തേലും പറഞ്ഞ വിവാദമാകുമെന്ന് പറഞ്ഞു. ഇതുവരെ ജോസ് മാരാക്കുഴ ഒരു ഇന്റർവ്യൂ നമുക്ക് തന്നിട്ടില്ല. അതെ, അദ്ദേഹം ഞാൻ പറയും ഇന്നിപ്പോ മലയാള സിനിമയിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പടം ചെയ്തൊരു മനുഷ്യനാണ്. ചെറുതും വലുതുമായിട്ട് എത്രയോ ആർട്ടിസ്റ്റുകളെ രംഗത്തേക്ക് പൊക്കുന്നല്ല. നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ, കാരണം അതാകുമ്പോ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കേറിപ്പോവും. അതിപ്പോ പരസ്യമാക്കി പറയണോ? മറ്റേ സംഭവം പറഞ്ഞു അമ്മ സംഘടന ഒക്കെ ഉണ്ടാവുന്നത് ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയതിനു ശേഷമാണ്. അന്ന് പ്രസിഡന്റ് ആരായിരുന്നു? ഈ സംഘടനയുടെ പേരെന്തായിരുന്നു? അന്ന് എന്റെ പൊന്നോ, ആ സംഘടന പേര് അച്ഛൻ എന്നായിരുന്നു. അല്ലല്ല, കേരള ടെലിഫിലിം ചേംബറിന്റെ ഇതിലാണ് ആ സംഘടന നമ്മള് രൂപം കൊടുക്കുന്നത്. ഇത്തിരി വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു ഒരു 83-ലെങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നണം. ഇടവേള ബാബുച്ചേട്ടനും ഈ സംഘടനയും തമ്മിൽ എന്താണ് ബന്ധം? അന്ന് ഇടവേള ബാബുച്ചേട്ടൻ, ഷാജി പട്ടിക്കര എന്ന് പറയുന്ന അദ്ദേഹം, ഈ ജോസ് വരാപ്പുഴ, ഞാൻ, അങ്ങനെ പിന്നെ റസീസ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പം അതിനകത്ത് ഈ മെയിനായിട്ട് എൻ്റെ ഭാരവാഹികളായിട്ട് വന്നത്, അവിടെയൊക്കെ ഈ പ്രായം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത് കേട്ടോ. അന്നത്തെ ഭാരവാഹികൾ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ എക്കാലത്തെയും ഒരു വലിയ വില്ലനാണ് ജോസ് പ്രകാശ് സാർ. അടുത്തൊരു ഭാരവാഹിയാണ് MS തൃപ്പൂണിത്തുറ. ശബ്ദം കൊണ്ടും എല്ലാം പൊളിച്ച ഒരു എൻ്റെ ഒരു അധ്യാപകനും കൂടിയായിരുന്നു ഞങ്ങളുടെ ഫാക്ടിന്റെ. +2 പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു ഞാനന്ന്. ഇല്ല, അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. അന്ന് 10ാം ക്ലാസ് എന്തോ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു. അപ്പോ MS തൃപ്പൂണിത്തുറ, അവരുടെ സിസ്റ്റർ ഗോമതി മഹാദേവൻ, ഞാൻ, ഗ്രേസി, ഞങ്ങൾ 5 പേര് കൂടിയാണ് ഈ ഓൾ കേരള ലെവലിൽ ഇതൊരു താര സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. ആ രൂപം കൊടുക്കുന്നത്, അത് ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്. അത് നമ്മളുടെ ഭരത്, മമ്മൂക്കയാണ് അതിന്റെ സ്വിച്ച് ഓൺ, അതിന്റെ ഇത് ഉദ്ഘാടകനായിട്ട് അന്ന് വരുന്നത്, നല്ലൊരു ജനാവലിയുടെ മുമ്പിൽ. പക്ഷെ നല്ല രീതിയിൽ ആ സംഘടന കയറി വരേണ്ട സ്ഥലത്ത് ഇതിനകത്ത് എപ്പോഴും ഈഗോ സാധനങ്ങൾ കയറി വരുമല്ലോ. അങ്ങനെ വന്ന് ആ സംഭവം ഇല്ലാണ്ടായി. ഇപ്പൊ അമ്മ സംഘടന മെമ്പർഷിപ്പ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചെന്ന് പറഞ്ഞാൽ, രാമലീലയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഏതാണ്ട് 1 മാസത്തോളം തന്നെ ദിലീപായി, ഞാൻ, ജെയിംസ് പാർക്കില്, ഡയറക്ടർ അടങ്ങുന്ന ആ ക്രൂ, ഞങ്ങൾ മാസങ്ങളോളം ഞങ്ങൾ ഉണ്ടല്ലോ. ആ സമയത്താണ് ദിലീപായി ചോദിക്കുന്നത്, ഹുസൈനെ, ജെയിംസിന് അമ്മയില് മെമ്പർഷിപ്പ് ഇല്ലേന്ന് ചോദിച്ചു. അതെടുക്കാതെ? അപ്പൊ ഇല്ല പറഞ്ഞില്ല. അതെടുക്കാത്തെ പറഞ്ഞു, നമുക്കൊക്കെ ആര് തരാനാണ്. പുള്ളി അപ്പം തന്നെ കമന്റ് ചെയ്ത് പുള്ളി അതിന്റെ ആരെയോ വിളിച്ച് പറഞ്ഞു, അതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ ഏതാക്കി ഞങ്ങളുടെ ഒരു അപേക്ഷ എഴുതാൻ പറഞ്ഞു. ഈ അപേക്ഷയ്ക്ക് എഴുതി ദിലീപിന് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പുള്ളിയെ ഉടനെ തന്നെ റെഡിയാക്കാം എന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ആ ഒരു 1 വീക്കിനകത്താണ് ഈ ട്രാജഡികളിലേക്ക് സംഭവം മൊത്തം ട്രാജഡിയാകും. ആ പടത്തിന് ഷൂട്ടിനൊക്കെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് പിന്നെ വരാൻ പറ്റിയില്ലല്ലോ രാമലീലയിലും. അതെ.
ആ സമയത്ത് രാമലീല കഴിഞ്ഞതിന് ശേഷമല്ലേ ആക്സിഡന്റ്? അല്ല, അതിന്റെ ഇടയ്ക്ക് തന്നെയാണ്. കാരണം നല്ല വേഷം ഉണ്ടായിരുന്നു. നല്ല വിഷയമായിരുന്നു. ഞങ്ങളാണ് 2-3 വർഷം കൂടുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ടേണിംഗ് പോയിന്റ് ഒരു ആക്സിഡന്റ്, വൈഫും എല്ലാം പ്രശ്നമല്ല. പിന്നെ ചേട്ടന് ഈ സോഷ്യൽ ആയിട്ട് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ചാരിറ്റി ഇതൊക്കെ ഉണ്ടെന്ന് ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞു. ഇത് ഏതാണ് ആ സുഹൃത്ത്? അത് പറയാൻ പറ്റത്തില്ല. ഞാനേ ഇപ്പൊ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കുടുംബത്തിന് ആർഷയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളും വളർന്നു വന്ന സാഹചര്യം അതുപോലത്തെ ഒരു പ്രയാസകരമായ ഒരു വീട്ടിൽ നിന്ന് ജനിച്ചു വളർന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആപത്ത് ഒരാൾക്കുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമില്ല. ഇപ്പൊ എന്റെ കമ്പനിയിലുള്ള എന്റെ സുഹൃത്തുക്കള് എന്നെ കുറിച്ചൊരു കമന്റ് പറയും, ഏതെങ്കിലും ആംബുലൻസ് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉസൈൻ ഗോയ ഉണ്ടാവും കേട്ടോ എന്ന് പറയും. കാരണം എന്റെ മുമ്പിൽ സംഭവിക്കുന്ന ഏത് ആക്സിഡന്റുകളായാലും ഞാൻ അപ്പതിന് ചിലപ്പോൾ നമ്മൾ എന്തോ അത്യാവശ്യ കേസിനായിരിക്കും പോകണം, പക്ഷെ ആ കേസൊക്കെ കണ്ട് വലിച്ചു തരുന്നത് ആദ്യം അവരെ അവിടെ എത്തിക്കുക, നമ്മൾ രക്തം കൊടുക്കേണ്ടതാണെങ്കിൽ രക്തം കൊടുക്കുക, അവർക്ക് വല്ല പോലീസ് സംബന്ധമായ എന്തെങ്കിലും ഹെൽപ്പുകൾ നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കേണ്ടതാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ചാരിറ്റി രംഗത്തേക്ക് മാറിയ കൊള്ളാം, നമ്മുടെ ജീവിതം അങ്ങനെയും കൂടി ഒന്ന് ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരപ്പെടും. സെലിബ്രിറ്റികൾ ആരെയൊക്കെ സഹായിക്കുന്നുണ്ടോ ഈ ചാരിറ്റി ചെയ്യുമ്പോഴത്തേക്കിനും? ഉണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ ഒരു വീട് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തില് നാദർശ മലപ്പുറം ബേസ് ചെയ്തിട്ട് ഒരു ചിറക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. പിന്നെ വോയിസ് ഓഫ് ഏലൂർ എന്ന് പറഞ്ഞിട്ട് ഏലൂര് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ചാരിറ്റിയാണ്. ഇപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ ക്ലബ് ചെയ്തിട്ട് ഞങ്ങളിപ്പോ ഏലൂര് ഒരു ആശ്രയ ഭവനിൽ താമസിക്കുന്ന ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഞങ്ങളിപ്പോ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് ഇപ്പൊ 3/4 ഭാഗം ആ വീടിന്റെ ഇതായി. അപ്പോ ഇപ്പൊ ഇപ്പോഴും നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഞങ്ങൾ മാസാമാസം ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യം നമ്മൾ പബ്ലിസിറ്റി കൊടുത്തിട്ടല്ല, അത് ഇപ്പൊ ചിലപ്പോ നമുക്കും പാടാം എന്ന് പറഞ്ഞ ഞങ്ങൾ വോയിസ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിരുന്നത്. അപ്പോ അങ്ങനെയൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങളെല്ലാം ഇപ്പൊ ഞങ്ങൾക്ക് ഇതെല്ലാം സഹായം ചെയ്തു തരുന്ന ഇത് നമ്മളുടെ ബിൽഡിംഗ് ഉൾപ്പെടെ നമുക്ക് വിട്ടുതന്നിട്ടുള്ള എന്റെ ഏറ്റവും വലിയ എന്റെ ചങ്കും എന്റെ ഏറ്റവും വലിയ സുഹൃത്തും യൂസഫ് എന്ന് പറഞ്ഞു, KP യൂസഫ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ബിൽഡിങ്ങിന് മേളിൽ ഒരു വശം തന്നെ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജോസ് വരാപ്പുഴ അദ്ദേഹം ഇതിനു വേണ്ടി സിനിമയില് ഇടക്കാലത്തിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞപ്പോ ചാരിറ്റി രംഗത്തേക്ക് അദ്ദേഹം അത്ര ഇതില് സജീവമായി. അങ്ങനെ അവിടെ ദയ എന്ന് പറയുന്ന ചാരിറ്റി സംഘടന, അതും ഒരു വളരെ പാവപ്പെട്ട ഒരു ഗ്രാമമാണത്. ആ ഗ്രാമത്തിൽ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ദയാ ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള ഒരു ചാരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരാപ്പുഴ കേന്ദ്രീകരിച്ച് ഞങ്ങൾ വരാപ്പുഴ ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഘടനയ്ക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോ ഈ ഒരു കഴിഞ്ഞ ഒരൊറ്റ വീക്കില് 3 സ്ഥലത്തു നിന്നാണ് ആദരവ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോ ജനസേവ ശിശുഭവൻ, അവരിപ്പോ ആലുവയില് സെന്റ് സേവിയേഴ്സ് കോളേജിൽ വലിയൊരു ജനാവലിയുടെ അകത്ത് വെച്ച് 10,000-ഓളം കുട്ടികൾ തന്നെ ഉണ്ട് അതിനകത്ത്. അവിടെ വെച്ച് നമ്മളൊന്ന് ആദരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇപ്പോ കളമശ്ശേരിയില് CPIM-ന്റെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നമുക്കൊരു ആദരവ് ലഭിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ വരാപ്പുഴ ഇപ്പൊ ഒരു 10-250-ഓളം രോഗികൾക്ക് നമ്മളൊരു ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് തന്നെ നമ്മൾ സംഘടിപ്പിച്ച്. അപ്പൊ അങ്ങനെ കൂടിയായിട്ട് നമുക്ക് എപ്പോഴും ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന അതാവാം ഒരു പക്ഷെ നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് എഴുന്നേറ്റൊക്കെ നടക്കാൻ ദൈവം. പെട്ടെന്ന് ഇനി ഒരു ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ. ഇവിടെ ഒരുപാട് ട്രോഫികൾ ഇരിക്കുന്നുണ്ട്, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് ഏതാണ്? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് എല്ലാം ഇഷ്ടപ്പെടണം. കാരണം എന്റെ ഇപ്പോ ഞാൻ പറഞ്ഞ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയില് ആ സിനിമയിൽ ഒരു ക്യാരക്ടർ വേഷം ജനങ്ങൾ അറിയുന്ന രൂപത്തിലേക്ക് ഒരു ക്യാരക്ടർ വേഷം ചെയ്ത അതിന്റെ ഒരു ആ ട്രോഫി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വലുതാണ്.
പിന്നെ നാർഷയുടെ പടങ്ങളുടെ തന്നെയാണ് മിക്കവാറും ഇവിടെ വരുന്നത്. രാമലീല തുടങ്ങിയിട്ട് രാമലീല ഇത് അയ്യോ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. മമ്മൂക്കായിട്ട് ഒരു 4-5 പടം മമ്മൂക്കയുടെ ഒപ്പം തന്നെ കോമ്പിനേഷൻ സീനിൽ തന്നെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഗൺമാനായിരുന്നു ഞാനും സോഹൻലാലും. ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു എന്റെ ഗൺമാന്മാര്. അപ്പോ അത് അവിടെ കിട്ടിയിട്ടുള്ള ഇതൊക്കെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധികളാണ്. കാരണം മമ്മൂക്കായിട്ട് സിങ്ക് ആവണ കുട്ടിയേട്ടൻ മുതൽ തന്നെ സിങ്കാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എന്നിലുണ്ട്. എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഈ ഇടിച്ചു കയറിയിട്ടുള്ള ആ ഒരു ഇവിടെ പലരും അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇടിച്ചു കയറി ഒരു പ്രത്യേക സൗഹൃദം ഉണ്ടാക്കുക. അങ്ങനെ രക്ഷപ്പെട്ടത് പലരും അങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞില്ല. പടി കമന്റ് വരിക ആരാന്ന് പറയടാ. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. ഞാൻ രക്ഷപ്പെട്ടാലല്ലേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോ മമ്മൂക്കയുടെ കൂടെ ഈ പറഞ്ഞ അബ്രഹാമിന്റെ സന്തതികൾ, ഷാജി പാടൂർ എന്ന് പറയുന്ന ആ വലിയൊരു മനുഷ്യൻ ഡയറക്ടർ, അദ്ദേഹം ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് നിൽക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് അബ്രഹാമിന്റെ സന്തതികൾ. നല്ല ഹിറ്റായിട്ടുള്ളൊരു ഒരു എന്റെ ഇക്കാടെ ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും. എനിക്ക് ഭാര്യ ഹൗസ് വൈഫാണ്. 2 മക്കള്, 2 ആൺകുട്ടികളാണ്. മൂത്തവൻ വിവാഹം കഴിച്ചു. അവന് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ട്രാവൽസ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. രണ്ടാമത്തവൻ ഹെവി ക്രൈം ഓപ്പറേറ്ററാണ്. ഇപ്പൊ ഗൾഫിലേക്ക് പോകാനുള്ള ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മൂത്തവന്റെ വൈഫ് പെരുമ്പാവൂരുകാരിയാണ്. അവര് ഈ ഇവിടെ കാക്കനാട് സൺറൈസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്, വലിയ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ PR ആണ്. ഒരു ആ മകന്റെ കുട്ടിയാണ് നമ്മളോടൊപ്പം ബലസിക്കൊണ്ടിരുന്നതൊക്കെ. ഇതാണ് പിന്നെ എന്റെ വാപ്പ മരിച്ചുപോയി. 2002 മരിച്ചു. എന്റെ ഉമ്മയുണ്ട്. എനിക്ക് 5 പെങ്ങന്മാരുണ്ട്. നായകന്മാരുടെ നടന്നിട്ടുള്ള ഇക്ക ഒരു നായകനായിട്ട് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞു. അതിന്റെ റിലീസ് വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് ആ പടത്തില്. കാരണം ഇവ എന്നാണ് പടത്തിന്റെ പേര്. എനിക്ക് ഒരു 11 വയസ്സുകാരൻ ഒരു കുട്ടിയാണ്. കുട്ടിയുടെ ഫാദർ അസോസിയേറ്റ് ആയിട്ടും ഈ കുട്ടിയുടെ ബാനറിലാണ് നമ്മള് ഈ പടം ഡയറക്ഷൻ എനിക്ക് ചെയ്തതൊക്കെ. അപ്പോ ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഇന്റർനാഷണൽ ഫിലിം ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ അയച്ചു. അതിനകത്ത് എനിക്ക് ബെസ്റ്റ് ആക്ടർ മെൻഷൻ അവാർഡ് നമുക്ക് ലഭിച്ചു. ഇവിടുത്തെ പത്രമാധ്യമങ്ങളും എല്ലാവരും നല്ല രീതിയിൽ അത് വരവേറ്റിരുന്ന സംഭവമായിരുന്നു. അപ്പോ ഈ സംഭവത്തിന് ശേഷം ഈ ആഷിഖ് ജിനു എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഫാദർ വഴി തന്നെയാണ് ഒരു പ്രൊഡ്യൂസറെ കായംകുളത്ത് നിന്ന് കിട്ടുന്നത്. അവർ ലേഡിയാണ്, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ഈ കുട്ടിയുടെ ബാനറിൽ തന്നെയാണ് നമ്മൾ ഇവ എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലർ സാധനമുണ്ട്. ഫോറസ്റ്റിൽ നടക്കുന്ന, ഇടുക്കിയിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ആ പടത്തിനകത്ത് ഞാനും ഈ ആഷിഖ് ജിനുവിന്റെ ഫാദർ ജിനു ആണ് ഇതിനകത്ത് 2 മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തതാണ്. ഈ പടം ഞങ്ങൾ പ്രിവ്യൂ ഷോ വരെ നമ്മൾ അത്യാവശ്യം ആർട്ടിസ്റ്റിന്റെ ആദർശം ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അതിന്റെ പ്രിവ്യൂ ഷോ വരെ നമ്മൾ തിയേറ്ററിൽ നമ്മൾ റിലീസ് ചെയ്തായിരുന്നു. പക്ഷെ ഇതിനിടക്ക് ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ എന്തോ ഈഗോ ക്ലാഷ് വന്ന് ആ പടം ഇപ്പൊ പെൻഡിങ്ങിലായി കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇക്ക ഇനിയും സിനിമയില് നല്ല അവസരങ്ങൾ വരട്ടെ, നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അതുപോലെ സംവിധായകനാണ്, നിർമ്മാതാവാണ്. നല്ല സിനിമകളും നല്ല സംവിധാന രംഗവുമായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയെ തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും നേരം ഇതിനകത്ത് ഈ ജോയി കെ മാത്യു എന്ന് പറഞ്ഞിട്ട് ആ സാറിനും കൂടി പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി ഓസ്ട്രേലിയയിലാണ്. പുള്ളി ഓസ്ട്രേലിയയിലുള്ള മലയാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഉള്ള കലാകാരന്മാരെ കൂടി സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമയുടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, എനിക്ക് ആദ്യമായിട്ട് അദ്ദേഹമാണ് എന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്നെ ക്ഷണിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ വരാൻ പോകുന്ന നാർഷയുടെ സഹോദരൻ ചെയ്യുന്ന സമ സുലൈമാൻ നല്ലൊരു കലാകാരനാണ്. തീർച്ചയായിട്ടും ഇൻ ഫ്യൂച്ചർ ഈ കേരളത്തില്
സമർ സുലൈമാൻ എന്ന് പറഞ്ഞ ഒരു കലാകാരൻ, അത് സിനിമാ രംഗത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് വളരെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത്രയും ഞങ്ങൾ റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലാണ് ഈ ഏലൂർ ജോർജ്, അതുപോലെ നമ്മുടെ നന്ദു പൊതുവാള്, ശശി പൊതുവാള്, ആദർശ, നമ്മളൊക്കെ അടങ്ങുന്ന ടീമുകള്. നിങ്ങളൊക്കെ വാരാപ്പുഴ ബെൽറ്റ് ആണോ? അല്ലല്ല, ഏലൂർ ബെൽറ്റാണ്. ഏലൂർ ബെൽറ്റാണ്. ഞാൻ മാത്രമേ ഉള്ളൂ വരാപ്പുഴ ബെൽറ്റ്. ഇതൊക്കെ ഈ ഏലൂരിന്റെ സന്തതികളാണ്. അപ്പൊ നല്ല നല്ല അവസരങ്ങൾ തേടി വരട്ടെ, നല്ല സിനിമകൾ ചെയ്യട്ടെ, സംവിധാനം ചെയ്യട്ടെ, ഇതുപോലുള്ള ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളുണ്ടാകട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലുണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങളും പുതിയതായി വരുന്ന സുഹൃത്ത് ബന്ധങ്ങളും എന്നും നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ് ഹുസൈൻ കോയ എന്ന് പറയുന്ന വ്യക്തി. വളരെ സന്തോഷമുണ്ട്. പിന്നെ ചോദിച്ചില്ലേ ഈ എന്നെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞു തന്നായിരുന്നു, അത് ആ നല്ല മനുഷ്യൻ ജോസ് പാരാക്കുഴ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പൊ തീർച്ചയായും എനിക്ക് ഞാൻ പറഞ്ഞു കലാരംഗത്തിന് വേണ്ടി എനിക്ക് ഉള്ള കുട്ടിക്കാലം മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കലയ്ക്ക് വേണ്ടിയിട്ട്. എനിക്കിനി ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒന്ന് തയ്യാറാകുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള. പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ വിനീതമായി എനിക്കിങ്ങനെ ഒരു ഇന്റർവ്യൂ ഒരുക്കി തന്നിട്ടുള്ള മികാസ് എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ റോയി പല്ലിശ്ശേരി, അതുപോലെ തന്നെ രതീഷ് രാജൻ, ജോസ് വരാപ്പുഴ, നിങ്ങളോട് എല്ലാവരോടും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം തുറന്ന നന്ദി അറിയിക്കുകയാണ്. ഏതൊരു നല്ല കലാകാരനും ഒരു കനലാണ്. ആ കനൽ തീർച്ചയായിട്ടും ഒരു വലിയ തീയായി മാറുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും സിനിമയുടെ വെള്ളിത്തിരയിലേക്ക് ഈ നടൻ വരികയും വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയും ചെയ്യും. ദൈവമേ.